പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല പകലിൽ ദൈവപാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ഇങ്ങനെ ഒരു അവസരം കൂടെ കർത്താവ് ഈ ഭൂമിയുടെ പരപ്പിൽ ശേഷിപ്പിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ആരാധനയുടെ ആരംഭ നിമിഷം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ്, എത്രത്തോളം അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഒത്തു എന്നെനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് ഈ ആരാധനയുടെ ആരംഭ നിമിഷം മുതൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ അഭിഷക്തൻ പ്രാർത്ഥിച്ച് ഈ ആരാധന ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച നിമിഷം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെ വന്ന് നമ്മളെ ആരാധനയിൽ ലീഡ് ചെയ്ത നിമിഷം മുതൽ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ മധ്യേ ഇറങ്ങി. അത് ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ അനുഭവിച്ച ദൈവമക്കൾ വിടുതലോടെ ഈ ആരാധനാലയം വിട്ട് കടന്നു പോകുവാനിടയായിത്തീരും. ദൈവമക്കളെ, നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അങ്ങകലെ ദൂരതകളിൽ നമുക്കെതിരായി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബന്ധനങ്ങൾ ചേർത്തണയ്ക്കുന്ന ചില മേഖലകളിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ആരാധനയുടെ ശക്തിയാൽ ആ ബന്ധനങ്ങൾ അഴിയുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, അനേക നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടികൾ പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ ആരാധന സ്വർഗത്തേക്ക് ഉയരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, നമ്മൾ മൗനമായിരുന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ മൗനമായിരുന്നാൽ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാതിരുന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മറുപടി ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് ആരാധനയിൽ നാം കടന്നു വരുമ്പോൾ അപ്പനോട് പറയേണ്ട ഒരു കാര്യം, അപ്പ എൻ്റെ ആരാധന അങ്ങയുടെ സന്നിധിയിൽ എത്തുവാൻ തടസ്സമായി എന്താണോ എന്നിലുള്ളത്, എൻ്റെ കുറവുകൾ പ്രിയ മകൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ അകൃത്യങ്ങളെ ഒന്ന് കണ്ടറിയുവാൻ, അത് നിന്റെ സന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുവാൻ നീ എനിക്കിടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിനുള്ള ബലവും ശക്തിയും ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. സ്തോത്രം. ദൈവങ്ങളെ, ഒരു കാര്യം ഓർക്കണം കേട്ടോ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിയാൽ അതിന് മറുപടികൾ അയക്കും. എന്നാൽ പല മറുപടികളും നമ്മുടെ അടുക്കൽ എത്താതെ ശത്രുവായവൻ ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. ദാനിയേലിൻ്റെ ഉപവാസത്തിൻ്റെ ആരംഭ ദിനം തന്നെ അവന് മറുപടി അയച്ചു. പക്ഷെ അടുത്തെത്താൻ ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ പ്രൈസ് നമുക്ക് ദാനിയേലിനോടൊന്നും ഉപമിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഉപവാസമൊന്നും ദാനിയേലിൻ്റെ ഉപവാസത്തിൻ്റെ പ്രൈസ് അതിനൊന്നും കമ്പയർ ചെയ്യാൻ പോലും ഒക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് എത്രയോ പ്രാർത്ഥനകളുടെ മറുപടികൾ ശത്രു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽ ആ ബ്ലോക്കുകൾ അഴിക്കപ്പെടുന്നത് നമ്മുടെ ആരാധനയിലായിരിക്കണം. ഇന്ന് പകൽ നാം ഇവിടെ ആരാധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ നന്മകളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക നന്മകളെ, നമ്മുടെ ഭൗമിക നന്മകളെ, നമ്മുടെ ശാരീരിക വിടുതലുകളെ, നമ്മുടെ തലമുറകളുടെ വിടുതലുകളെ, ഹല്ലേലൂയ, ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഹല്ലേലൂയ ശത്രുവിന്റെ കെട്ടുകൾ ഇന്ന് പകലിൽ അഴിയുന്ന പകലായി തീരണം. അത് സാധ്യമാകും. ശത്രു എത്ര കെട്ടിയാലും പ്രൈസ് ദി ലോർഡ് എൻ്റെ അപ്പൻ ഇറങ്ങി വരും, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതിന് തക്കൊരു ആരാധന ദൈവസന്നിധിയിൽ കൊടുക്കാമോ? സ്തോത്രം. അതിന് തക്കൊരു മഹത്വം ദൈവസന്നിധിയിൽ കൊടുക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്ലോക്ക് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാത്തത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്ത, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവദാസൻ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എനിക്കെപ്പോഴും ദൈവത്തിൻ്റെ ദാസന്മാരിൽ നിന്ന് കേൾക്കുന്നത് ആണ് ഇഷ്ടം. എങ്കിലും നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും സ്തോത്രം അതൊരു പ്രിവിലേജായി ഞാൻ വളരെ ഭയത്തോടെ, ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, പുൾപിറ്റിൽ നിൽക്കുന്നത് വളരെ ഭയത്തോടെ, സ്തോത്രം, വളരെ ഭയത്തോടെ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദൈവവചനം ധ്യാനിക്കുന്ന സമയത്തൊക്കെ വീട്ടിലൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. കാരണം ഞാൻ പ്രത്യേകം പറയും, ഇവിടെ ഒരു ശബ്ദവും ബഹളവും ഒന്നും ഉണ്ടാക്കല്ല. അപ്പോൾ അവരെപ്പോഴും പറയുന്നത്, എന്നും ഇങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മിണ്ടാൻ പോലും ഒക്കത്തില്ല. കാരണം കർത്താവിൻ്റെ ശബ്ദമൊന്ന് കേട്ടിട്ട് മാനുഷികമായി നമുക്കിവിടെ ഒന്ന് ഒത്തിരി കാര്യം പറയാം. പക്ഷെ അപ്പൻ എന്താ ഇന്ന് പകൽ നമ്മളോട് പറയാനുള്ളേ? പ്രൈസ് ദി ലോർഡ്. തിരുമേശ എടുക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷക്തൻ നമ്മൾ വായിക്കുന്ന വേദഭാഗം കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത്. ഇന്ന് പകൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്
നമുക്ക് ഒരുമിച്ച് പങ്കിടുവാൻ കർത്താവിടയാക്കട്ടെ. 114 സങ്കീർത്തനം. പ്രിയ മകൻ, പ്രിയ ടോമ, അനുഗ്രഹീതമായൊരു മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ശബ്ദം ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതൊക്കെ മാറും. ഇനി ആ ശബ്ദമൊക്കെ ഉയരും. കർത്താവിന് ഹല്ലേലൂയ അതിനുള്ള ബലവും ധൈര്യവും കൊടുക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് ഇന്ന് നൽകി. ഞാനവിടെ ഇരുന്ന് ചിന്തിച്ചു, He laid the foundation for my message. Praise the Lord, സ്തോത്രം. 114 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം. സമുദ്രം കണ്ട് ഓടി, യോർദാൻ പിൻവാങ്ങി പോയി. സമുദ്രമേ, നീ ഓടുന്നത് എന്ത്? യോർദാനെ, നീ പിൻവാങ്ങുന്നത് എന്ത്? അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവും ആക്കിയിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ഇതിൻ്റെ ഈ വേദഭാഗം കേൾക്കുമ്പോഴേ അറിയാം അതിൻ്റെ ചരിത്ര പശ്ചാത്തലമെല്ലാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. സമുദ്രം കണ്ട് ഓടി. ആരെ? തൻ്റെ ജനമായ ഇസ്രായേലിനെ കണ്ട് ഓടി. സ്തോത്രം. ഇന്ന് പകലിൽ ഒരു ദൈവപൈതലിനെ കണ്ട് നിന്റെ നന്മകളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കിയിരിക്കുന്ന, നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ മുൻപിൽ നിൽക്കുന്ന ചിലതിനെ ഓടിച്ച് കളയുന്ന ദിനങ്ങളായി ദൈവം ഈ ദിനത്തെ മാറ്റുവാൻ പോകുകയാണ്. ഇന്ന് പകൽ കടന്നു വന്ന ദൈവമക്കൾ, ഈ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുവാൻ പറഞ്ഞൊരു ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കണ്ട് നിന്റെ ശത്രു നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്ന ദിനം. പ്രാർത്ഥിക്കാമോ ഈ ആഴ്ചയിൽ? അപ്പ ഈ ആഴ്ചയുടെ അവസാനിക്കുന്നതിന് മുൻപ് ഹല്ലേലൂയ, എൻ്റെ മുൻപിൽ ശത്രു കൊണ്ടുവന്നിട്ടിരിക്കുന്ന ചില ആയുധങ്ങൾ ഒടിഞ്ഞു പോകുന്ന, എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ചില ഓബ്സ്റ്റക്കിൾസ് മാറിപ്പോകുന്ന ഒരു ദിനമാക്കിയതിനെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. യോർദാൻ പിൻവാങ്ങിപ്പോയി. നിനക്കെതിരെ ആർത്തിരമ്പിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ, നിന്റെ നന്മകളെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞ, നിന്റെ വാഗ്ദത്തങ്ങളെ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞ അന്ധകാരത്തിന്റെ ചില കെട്ടുകൾ, ഹല്ലേലൂയ, എൻ്റെ അപ്പൻ പറയുന്നു, നിന്നെ കാണുമ്പോൾ അത് പിൻവാങ്ങിപ്പോകും. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, ഏത് സന്ദർഭങ്ങളിലും തിരുവചനവുമായി നിൽക്കുമ്പോൾ ഞാൻ ഈ വചനം പറയാം, അപ്പ ഇത് എന്നോടുള്ള വചനമാ, എന്നോടുള്ള ദൂതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ നന്മകൾക്കെതിരായി, എൻ്റെ ആത്മീക വളർച്ചകൾക്കെതിരായി, എൻ്റെ തലമുറകളുടെ മുൻപോട്ടുള്ള ഗമനത്തിനെതിരായി ആർത്തിരമ്പി നിൽക്കുന്ന ചില യോർദാന്റെ ശക്തികൾ ഈ ദിനങ്ങളിൽ വിശ്വാസത്തോടെ നിന്റെ കാലുകൾ എടുത്തു വയ്ക്കുമ്പോൾ അത് പിൻവാങ്ങിപ്പോകും. വിശ്വസിക്കാമോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 5-ാമത്തെ വാക്യം, സമുദ്രമേ, നീ ഓടുന്നത് എന്ത്? യോർദാനെ, നീ പിൻവാങ്ങുന്നത് എന്ത്? 2 ചോദ്യങ്ങളാ. എന്താ സമുദ്രമേ നീ ഓടുന്നത്? യോർദാനെ, എന്തുകൊണ്ടാ നീ പിൻവാങ്ങുന്നേ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം. യെശയ്യാ പ്രവചനം 40. ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കണമല്ലോ അല്ലേ? യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അടുത്ത വാക്യം മതി. സ്തോത്രം. ഇവിടെ പറയുന്നു, യാക്കോബിനോട് പറയുക, വളരെ ശ്രദ്ധയോടെ, ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വളരെ വേഗത്തിൽ കമ്പിവാചകം പോലെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനെ ഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഇന്ന് പകലിൽ കടന്നു വന്ന ദൈവമക്കളോട്, പുതിയ നിയമ ഇസ്രായേലായ തൻ്റെ ജനത്തോട് കർത്താവ് ഇന്ന് പകൽ പറയുന്നു, ഭയപ്പെടേണ്ട. അതിൻ്റെ അർത്ഥം, നിന്നെ ഭയപ്പെടുത്തുന്ന ചിലത്, നിന്നെ പുറകോട്ട് മാറ്റുന്ന ചിലത് നിന്റെ മുൻപിൽ നീ കാണാൻ പോകുക. പക്ഷെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഇതൊരു ബ്ലാങ്കറ്റ് കോൾ ആയിരുന്നില്ല, വ്യക്തിപരമായി, 1-on-1. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പൻ തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു മെനഞ്ഞെടുത്തതാ നമ്മള്. അവൻ്റെ കൈപ്പണിയാ നാം എന്ന് വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരുടെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ പറ, എൻ്റെ അപ്പനാ എന്നോട് പറഞ്ഞത്, നീ ഭയപ്പെടണ്ട. സ്തോത്രം. ഈ വാഗ്ദത്ത വചനം കേൾക്കാനാ ഇന്ന് പകലിൽ നാം ഇവിടെ കൂടിയത്. നീ ഭയപ്പെടേണ്ട കുഞ്ഞെ. നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ പുറകോട്ട് തിരിക്കുന്ന, നിന്നെ നിന്റെ വാഗ്ദത്തത്തിൽ കടത്തത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ മുൻപിൽ എരമ്പി വരുന്ന ചിലതിനോട് നോക്കി ഇന്ന് അപ്പൻ പറയുന്നു, കുഞ്ഞെ, അതിനെ ഓടിക്കുന്ന ദിനം നിന്റെ മുൻപിലുണ്ട്. നീ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നീ എനിക്കുള്ളവൻ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു, നീ എനിക്കുള്ളവൻ. ഒന്ന് ആത്മാർത്ഥമായി പറയാമോ? എന്നെ പേർ ചൊല്ലി വിളിച്ചത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രൈസ് ദി ലോർഡ് സ്തോത്രം പ്രവാചകനോ പാസ്റ്ററോ ആരുമല്ല എന്നെ പേർ ചൊല്ലി വിളിച്ചത്. എന്നെ പേർ ചൊല്ലി വിളിച്ചത് സ്വർഗത്തിലെ എൻ്റെ അപ്പന, സകലത്തിൻ്റെയും ഉടയവനായ എൻ്റെ അപ്പന എന്നെ പേർ ചൊല്ലി വിളിച്ചത്. എൻ്റെ പേര് എൻ്റെ അപ്പന് വ്യക്തമായിട്ടറിയാം. സ്തോത്രം, സ്തോത്രം. എന്നെ ആരും അറിയുന്നില്ലയോ, എനിക്ക് യാതൊരു സാധ്യതകളുമില്ലോ എന്ന് ഉള്ളിൽ പറയുന്ന, വെന്തൊരുകുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു, കുഞ്ഞെ, എനിക്ക് നിന്നെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഇനിയും കൊടുക്കുന്ന വാഗ്ദത്തം, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യാക്കോബേ, നിനക്ക് ഞാൻ ഒരു വാഗ്ദത്തം തരികയാ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, സ്തോത്രം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. 114 സങ്കീർത്തനത്തിൽ ഒരു ചോദ്യമുണ്ട്, സമുദ്രമേ നീ ഓടാൻ കാരണം എന്താ? സ്തോത്രം. യാക്കോബിനോട് ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ശേഷം 430 വർഷങ്ങൾക്ക് ശേഷമാ, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ഹല്ലേലൂയ, തൻ്റെ ജനമായ ഇസ്രായേൽ ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെങ്കിൽ പൂർവ്വപിതാവിനോട് കൊടുത്തൊരു വാഗ്ദത്തം എൻ്റെ അപ്പൻ മറക്കുന്ന ദൈവമല്ല. ഇന്ന് പകലിൽ നിന്റെ മുൻപിലെ ചിലതിനെ ഓടിക്കുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? പൂർവ്വപിതാക്കന്മാരോട് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം നിന്നിൽ സംഭവിക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ അല്പസമയം നിങ്ങൾ ഇരിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ, നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം, പിതാക്കന്മാരും മാതാക്കളും ദൈവസന്നിധിയിൽ വില കൊടുത്ത് വിലപിച്ച് ദൈവസന്നിധിയിൽ നിലവിളിച്ചതിൻ്റെ മറുപടിയാ കുഞ്ഞെ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നന്മകൾ. സ്തോത്രം. ഇന്ന് ആരെങ്കിലും ഇവിടെ ഇരുന്നിട്ട് പ്രൈസ് ദി ലോർഡ്, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ബലം കൊണ്ടോ എൻ്റെ ഡിഗ്രി കൊണ്ടോ എൻ്റെ കുടുംബ മഹിമ കൊണ്ടോ എന്തെങ്കിലും നേടിയെന്ന് നീ കരുതുന്നെങ്കിൽ ഇന്ന് പകൽ അതിനെ മാറ്റി വെച്ചിട്ട് പറ, ഇല്ല. പൂർവ്വപിതാക്കന്മാരോട് എൻ്റെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അതിനൊരു കാരണമുണ്ട്. അവർ എൻ്റെ സന്നിധിയിൽ ഒരു നിയമം ചെയ്തവരായിരുന്നു. നിയമം ചെയ്ത തന്റെ ഭക്തന്മാരെ എൻ്റെ ദൈവം ഓർത്ത ദൈവമാണ്. അവരോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, നീ വെള്ളത്തിൽ കൂടി കടക്കും, അപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സമുദ്രം ഓടി മാറിയേ പറ്റൂ. കാരണം അവന്റെ കൊച്ചുമക്കളുടെ മക്കളാ ഇവിടെ വന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 70 പോയി ലക്ഷോപലക്ഷമായി വന്ന് ഈ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ സമുദ്രം ഓടി മാറിയേ പറ്റൂ. സ്തോത്രം, ഹല്ലേലൂയ. സമയങ്ങൾ കുറെ മുൻപോട്ട് പോകുന്നല്ലോ. അടുത്ത വാക്ക്, സ്തോത്രം, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല. ഈ ജനം പ്രൈസ് ദി ലോർഡ് യോർദാന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൊയ്ത്തുകാലമാ. യോർദാൻ ഇരമ്പി മറിയുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, യഹോവയായ ദൈവം അവരോട് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. പുരോഹിതന്റെ കാല് ഈ വെള്ളത്തിന്മേലൊന്ന് ചവിട്ടിയാൽ മതി, ഈ ഇരമ്പൽ മാറും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ
പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അവന്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് നിന്റെ കാലുകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിനക്കെതിരെ ഇരമ്പി വരുന്ന യോർദാന്റെ ശക്തിയെ ഹല്ലേലൂയ നോക്കിക്കൊണ്ട് നിന്റെ കാലുകൾ ഒന്നെടുത്തു വെക്കുവാൻ തയ്യാറായാൽ ഈ യോർദാൻ വാങ്ങിപ്പോകും. കുഞ്ഞെ, നിന്റെ മുൻപിലുള്ള യോർദാൻ മാറിപ്പോകാൻ കാരണം എന്താണെന്നറിയാമോ? വല്യപ്പച്ചനോട് ഞാൻ ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അടുത്ത വാക്ക്, തീയിൽ കൂടെ കടക്കും, നീ വെന്തു പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഇത് 430 വർഷങ്ങളെ ആയുള്ളൂ. കാലങ്ങൾ ഒത്തിരി കടന്നുപോയി. 10-24 തലമുറകൾ കഴിഞ്ഞ് ചന്ദ്രക്ക് മേശക്ക് അബേദ്രോഹം നെബൂഖദ്നേസറിന്റെ മുൻപിൽ നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ഓർക്കണേ, ഈ കൊച്ചു ബാലന്മാർക്ക് ഈ കൃപ എവിടുന്ന് കിട്ടി? നെബൂഖദ്നേസറോട് നോക്കി പറയുക, നെബൂഖദ്നേസറേ, നീ ചോദിച്ച ഈ ചോദ്യത്തിന് നീ ആ മറുപടി പോലും അർഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ വല്യപ്പച്ചൻ്റെ 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 വല്യപ്പച്ചനോട് ഞാൻ സേവിക്കുന്ന ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. എന്താണെന്നറിയാമോ വാഗ്ദത്തം? നീ തീയിൽ കൂടി കടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. ഇന്ന് പകലിൽ എൻ്റെ അപ്പൻ കാലങ്ങൾ എത്ര മാറിയാലും, വർഷങ്ങൾ എത്ര പിൻവാങ്ങിയാലും, ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയാലും എൻ്റെ അപ്പനൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിലൊരു ചെറുവിരൽ പോലും മാറ്റാതെ അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ പറയാമോ, പ്രൈസ് ദി ലോർഡ്, എന്നോട് നൽകിയ വാഗ്ദത്തങ്ങൾ, എൻ്റെ പിതാക്കന്മാരോട് കൊടുത്ത വാഗ്ദത്തങ്ങൾ തലമുറ തലമുറയായി അവൻ കൈമാറുന്ന ദൈവമാണ്. പക്ഷെ ഒരു ചോദ്യം, പിതാക്കന്മാരോട് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ മുഖാന്തരമായി നാം ഇന്ന് എല്ലാ സുഖ സൗകര്യങ്ങളോടും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെങ്കിൽ തലമുറയ്ക്ക് കൈമാറുവാൻ നമുക്കെന്തുണ്ട്? തലമുറയ്ക്ക് കൈമാറുവാൻ നമുക്കെന്തുണ്ട്? ഈ ചോദ്യമാ എൻ്റെ അപ്പൻ കഴിഞ്ഞ രാത്രിയിലും ഈ പ്രഭാതത്തിലും എന്നോട് ചോദിച്ച ചോദ്യം. കുഞ്ഞേ, നിനക്ക് നിന്റെ തലമുറയ്ക്ക് കൈമാറുവാൻ എന്താ ഉള്ളത്? എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളോട്, യൗവനക്കാരോട് ഞാൻ ഓർപ്പിക്കാം, വല്യപ്പച്ചന്മാരുടെ നിലവിളിയും കണ്ണുനീരും ആ കുഞ്ഞെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ നന്മകൾ. പക്ഷെ നിങ്ങളുടെ തലമുറകൾ വരുമ്പോൾ, അവരുടെ തലമുറകൾ വരുമ്പോൾ കൈമാറുവാൻ നിങ്ങളുടെ കരങ്ങളിൽ എന്തുണ്ട്? നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ ഒഴിക്കുന്ന കണ്ണുനീരാ കുഞ്ഞെ, നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ ഒഴിക്കുന്ന കണ്ണുനീരും പ്രാർത്ഥനയും കൈമുതലായി അവർക്ക് കൊടുക്കുവാനുള്ളത്. സ്തോത്രം. വചനം എല്ലാവർക്കും ഉള്ളതാ, വചനം എല്ലാവർക്കും ഉള്ളതാ. പ്രിയ മകൻ ഓർപ്പിച്ചതുപോലെ അവൻ്റെ സന്നദ്ധിയും നിലവിളിക്കുന്ന, അനുദപിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ, അവരുടെ നിലവിളി എൻ്റെ അപ്പൻ കേൾക്കും. ഇന്ന് പകൽ ദൈവാത്മാവ്, ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ വിരാമം കുറിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അതിശക്തമായൊരു ദൂത് പ്രൈസ് ദി ലോർഡ് സഭയോട് അറിയിക്കുന്നു. നിന്റെ മുൻപിലുള്ള ചിലതിനെ എൻ്റെ അപ്പൻ ഓടിച്ചു മാറ്റുവാൻ പോകുകയാ. അത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, നിന്റെ നീതി കൊണ്ടല്ല, പൂർവ്വപിതാക്കന്മാരോട് എൻ്റെ ദൈവം കൊടുത്ത വാഗ്ദത്തമാ. പക്ഷെ അതോട് ആ അനുഭവങ്ങൾ, ആ നന്മകൾ നീ അനുഭവിക്കുമ്പോ നിന്റെ തലമുറയ്ക്ക്, വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് നിനക്ക് കൈമാറുവാൻ എന്തുണ്ട്? അവർക്ക് പറയുവാൻ കഴിയുമോ, എൻ്റെ വല്യപ്പച്ചനോട് എൻ്റെ അപ്പൻ കൊടുത്തൊരു വാഗ്ദത്തമാ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന നന്മ. ആ വേദഭാഗം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അപ്പനോട് പറഞ്ഞപ്പാ, പലപ്പോഴും എൻ്റെ തലമുറയ്ക്ക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവർക്ക് വേണ്ടി ചരിതിച്ചു വെക്കുവാൻ, നിന്റെ ബാങ്ക് ബാലൻസ് ഒന്നും എൻ്റെ ദൈവത്തിന് വിഷയമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽ പാടിയതുപോലെ, അപ്പാ, യുവർ ബ്രെത്ത് ഈസ് ഇൻ മൈ ലങ്സ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങയുടെ ശ്വാസമാ എൻ്റെ ഈ ശ്വാസനാളത്തിലുള്ളത്. പക്ഷെ അത് ഹോൾഡ് ചെയ്യുവാനുള്ള ശക്തി ഈ ശ്വാസനാളത്തിനില്ലെങ്കിൽ, അകത്തേക്കെടുക്കുന്ന ഈ ശ്വാസം പ്രൈസ് ദി ലോർഡ് പുറത്തേക്ക് വിടുവാൻ ഈ ശ്വാസനാളത്തിന് ശക്തിയില്ലെങ്കിൽ
തീർന്നില്ലേ നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ? തീർന്നില്ലേ നമ്മുടെ ബാങ്ക് ബാലൻസ് മുഴുവൻ? തീർന്നില്ലേ നമ്മുടെ ഡിഗ്രികൾ മുഴുവൻ? സ്തോത്രം. ഭയത്തോടെ വേണം ഇന്ന് പകൽ ഈ ആരാധനാലയം വിട്ട് കടന്നു പോകുവാൻ. സ്തോത്രം. വളരെ ഭയത്തോട് സമുദ്രം നിന്നെ കാണുമ്പോൾ ഓടിമാറും. ഈ നദി നിന്റെ മുൻപിൽ നിന്ന് പിന്മാറും. ഈ സീസൺ നിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകും. The season that you are going through will pass. എനിക്കറിയില്ല ആരോടോ ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, നീ ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യമുണ്ടല്ലോ, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്റെ ഉള്ളു പൊള്ളിക്കുന്ന ഈ സാഹചര്യം നിന്നെ മാറി കടന്നു പോകും. നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ നിന്നെ കൊണ്ട് എത്തിക്കും. പൗലോസ് പറയുക, എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ ഉടയവനുമായ എൻ്റെ കർത്താവ് എന്നോട് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ ഒരു ദൂതുണ്ട്. ഈ കപ്പൽ തകർക്കപ്പെട്ടാലും, ഈ കപ്പൽ ഛേദിക്കപ്പെട്ടാലും, എന്നെയോ എൻ്റെ കൂടെയുള്ള ഈ ജനത്തെയോ ഇന്ന് പകലിൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസനോട്, സഭയോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു. എന്റെ കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്തു തരുന്ന ദൈവമാ. നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിക്കുന്ന ദൈവമാ. ഈ കപ്പൽ ഛേദിക്കപ്പെടട്ടോ, ഈ കപ്പൽ തകർന്നു പോകട്ടോ, പക്ഷെ നിന്നെ എത്തിക്കുന്നത് ഒരു മെലീത്ത ദ്വീപിലായിരിക്കും. പക്ഷെ മെലീത്തയുടെ ശക്തിക്ക് നിന്നെ കീഴടക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഈ ലോകത്തിന്റെ ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്തുവാൻ, നിന്റെ നന്മകളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. നിന്റെ കപ്പലൊന്നു തകർന്നു പോയാൽ ഇതിനേക്കാൾ മനോഹരമായ ഒന്ന് ഇതാ ഫുള്ളി ലോഡഡ് നിനക്ക് വേണ്ടി മുൻപിലിരിക്കുക. സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ ജനമായ ഇസ്രായേൽ പ്രൈസ് ദി ലോർഡ് എല്ലാ നന്മകളും അനുഭവിച്ചു, ചെങ്കടൽ കടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ ഒന്നും കഴിവ് കൊണ്ടല്ല, അവൻ അവർക്ക് വേണ്ടി ഒരു കാറ്റായി ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ശക്തിയിൽ അവർ ഇപ്പുറത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. 40 വർഷം ഈ മരുഭൂമിയിൽ അവർ സഞ്ചരിച്ചപ്പോഴും അവരെത്തിയ സ്ഥാനത്ത് ചെന്ന് കൃഷി ചെയ്ത ഫലങ്ങൾ അവർക്ക് ലഭിക്കുവോളും അവർക്ക് ഭക്ഷണത്തിന് ഒരു കുറവും എൻ്റെ അപ്പൻ വരുത്തിയില്ല. പക്ഷെ അവർ ദൈവസന്നിധിയിൽ പിറുപിറുത്തു. അവർ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചു. അവർ ഈ ദൈവത്തെ മറന്നു കളഞ്ഞു. നമ്മുടെ ജീവിതം ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമാ. നമ്മളെ നടത്തിയ ദൈവത്തെ, നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ, നമ്മളെ ഉയർത്തിയ ദൈവത്തെ, നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തെ എത്രമാത്രം നമ്മൾ ആരാധിക്കുന്നു. അവന് കൊടുക്കേണ്ട മഹത്വം, അവന് കൊടുക്കേണ്ട ആരാധന. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾ ദശാംശം കൊടുക്കുവോ, സ്തോത്രാഴ്ച കൊടുക്കുവോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാ ദിവസവും ചെക്ക് എഴുതിയിടുവോ ചെയ്തോ, എൻ്റെ അപ്പച്ചനത് വിഷയമല്ല. സ്തോത്രം. ആലയത്തിലെ കാര്യങ്ങൾ എൻ്റെ അപ്പൻ അതത് സമയത്ത് കൃത്യസമയത്ത് ചെയ്യും. പക്ഷെ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന എന്തിനെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നീ ഒന്ന് തിരിച്ചറിയുവാൻ ഇതിന് എന്നെ പ്രാപ്തനാക്കി. ഞങ്ങളോട് പറഞ്ഞ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്ര കാഴ്ച പാത്രം മുൻപിൽ കൂടെ പോകുമ്പോൾ അതിലിടാൻ 5 പൈസ പോലും കയ്യിലില്ലാതിരുന്നപ്പോൾ കൈമടക്കി സ്തോത്ര കാഴ്ച പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥിതികളെ മാറ്റുവാൻ, നിന്റെ സീസണെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് ഒരൊറ്റ വാക്കു മതി. നടന്നു മുൻപോട്ട് വന്നപ്പോൾ ഇതാ മാറായുടെ അനുഭവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാറായുടെ അനുഭവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കും ഇതുപോലുള്ള ചില മാറാകൾ വന്നെങ്കിൽ എൻ്റെ അപ്പനിതാ ജീവവൃക്ഷമായി പ്രൈസ് ദി ലോർഡ് അവർക്ക് വേണ്ടി അവിടെ എഴുന്നള്ളുകയാ. എന്നെ ഒന്ന് വെട്ടി, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിനക്ക് വേണ്ടി മുറിവേൽക്കുവാൻ തയ്യാറാ. എന്നെ വെട്ടി നിന്റെ കൈപ്പിലേക്ക് ഒന്നിട, നിന്റെ കൈപ്പിനെ മധുരമാക്കുവാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. സമുദ്രം മുൻപിൽ പോകണമെങ്കിൽ, സമുദ്രം മാറിപ്പോകണമെങ്കിൽ അപ്പൻ ഇറങ്ങണം. സ്തോത്രം. നിന്റെ കയ്പ് മാറണമെങ്കിൽ അപ്പൻ ഇറങ്ങണം.
മുൻപോട്ട് പോയപ്പോൾ ദാഹം കൊണ്ട് വലയുന്ന ഈ ജനം, ദാഹം കൊണ്ട് വലയുന്ന ഈ ജനം പ്രൈസ് ദി ലോർഡ് മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ മുൻപിൽ കാണുന്ന ഈ തീക്കൽ പാറയുണ്ടല്ലോ, ഹല്ലേലൂയ, കണ്ടാൽ യാതൊരു രൂപഗുണവുമില്ല, കണ്ടാൽ വികൃതമായ രൂപത്തിലുള്ള ഈ പാറ, നീ അതിനെ ഒന്ന് അതിലേക്കൊന്ന് നീട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അടിച്ച കാര്യമൊക്കെ പോട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്ന് പകൽ നിന്റെ ദാഹം ശമിപ്പിക്കുവാൻ എൻ്റെ അപ്പൻ അടിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു രൂപഗുണവുമില്ലാത്ത ഒരു പാറയായി അവൻ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു. സ്തോത്രം. ഇന്ന് പകലിൽ എൻ്റെ കുഞ്ഞെ, എൻ്റെ വാത്സല്യ മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ ഈ അപ്പൻ എന്താ ആകാതിരുന്നിട്ടുള്ളത്? കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി എന്താ ആകാതിരുന്നിട്ടുള്ളത്? പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകലിൽ ഒരു മടങ്ങി വരവൻ്റെ പകലായി ഈ പകൽ മാറട്ടെ. ഇന്ന് പകലിൽ ഈ ആരാധനാലയം വിട്ട് കടന്നു പോകുമ്പോൾ ഇനിയും നമുക്ക് അടുത്ത സൺഡേയിൽ കാണാം എന്ന് പറഞ്ഞു പോകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നീ പോലും അറിയാതെ ഈ ജനം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഇവരറിഞ്ഞില്ല ഇവർ ഏത് പാതയിലൂടെ നടന്നു പോകുന്നതെന്ന്. മോശയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു എന്താ മുൻപിൽ സംഭവിക്കുവാൻ പോകുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നിലവിളിക്കുവാൻ മോശയ്ക്ക് കഴിയത്തില്ല. കാരണം അവൻ അവരുടെ ലീഡറാ. പ്രൈസ് ദി ലോർഡ്. പുറകിൽ നിൽക്കുന്ന ഫറവോനും സൈന്യത്തെയും നോക്കി അവന് കരയുവാൻ കഴിയത്തില്ല. കാരണം അവർ പറയും, ഇവൻ ഭീരുവാ. പക്ഷേ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുന്ന മോശയോട് യഹോവയായ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോശേ, നീ നിലവിളിക്കുന്നത് എന്താ? അവിടെ നിലവിളിച്ചത് തൻ്റെ ജനം കണ്ടോ? ഫറവോനും കൂട്ടരും കണ്ടോ? ഇല്ല. നിലവിളിക്കുന്നവനെ കാണുന്ന ഒരു ദൈവം. കുഞ്ഞെ, നിന്റെ ഹൃദയത്തിനകത്തെ നിലവിളിയുണ്ടല്ലോ, ആരും കാണാതെ ഈ കർത്താവിൻ്റെ അഭിഷേകത്തിന് ഈ ആലയത്തിൽ കടന്നു വരുമ്പോൾ, ഇവിടുന്ന് പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്കൊക്കെ തോന്നിയ അല്പം സ്ട്രിക്റ്റാ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വിങ്ങലുകളോടെയാ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ചില വിങ്ങലുകളോടുകൂടിയാ ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് പലപ്പോഴും പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകലിൽ നിന്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുകളെ, നിന്റെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങളെ ഒപ്പിയെടുക്കുന്ന അപ്പൻ പറയുന്നു, കുഞ്ഞെ, നീ ഭാരപ്പെടണ്ട, നിന്റെ കയ്യിൽ എൻ്റെ വടിയുണ്ട്, നിന്റെ കയ്യിൽ എൻ്റെ വടിയുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വരും. വല്യപ്പച്ചനോട് പറഞ്ഞു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. സ്തോത്രം. നദി നിന്നെ മുക്കിക്കളയത്തില്ല. യോർദാൻ എത്ര ആർത്തിരമ്പിയാലും പ്രൈസ് ദി ലോർഡ്, നിന്റെ നേരെ എത്ര അതിശക്തമായി വന്നാലും അത് നിന്നെ മുക്കത്തില്ല. ചന്ദ്രക്ക് മേശക്ക് അഭേദ്രവും ഈ യൗവനക്കാർക്ക് ഇതെവിടുന്നാ ഇത്ര കൃപ കിട്ടിയേ? നമ്മുടെ പിള്ളേരോ നമ്മളോ വല്ലോ ആയിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം 1 അല്ല 3 പ്രാവശ്യം നെബൂഖദ്നേസറിന് മുമ്പ് വീണേനെ. പക്ഷേ ഈ യൗവനക്കാർ പറയുക, നെബൂഖദ്നേസറെ രാജാവെന്ന് പോലും വിളിച്ചില്ല. ഇതിൻ്റെ ആർജവം ഈ കുഞ്ഞുങ്ങൾക്ക് എവിടെ കിട്ടിയത്? നെബൂഖദ്നേസറെ, നിന്റെ ചോദ്യത്തിന് പോലും നീ മറുപടി അർഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന യൗവനക്കാരോട്, കുഞ്ഞുങ്ങളോട് ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ മുൻപിൽ വരുന്ന ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ ഹല്ലേലൂയ ഉള്ളിലേക്കൊന്ന് വലിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറയുവാൻ കഴിയട്ടെ, എൻ്റെ ഉടയവനും പ്രൈസ് ദി ലോർഡ് എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ എന്നോട് കൂടെയുണ്ട്. ശത്രുവേ, നിന്റെ ചോദ്യത്തിന് നീ മറുപടി അർഹിക്കുന്നില്ല. ഈ തീയുടെ കാഠിന്യം നീ 7 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ 70 മടങ്ങ് ഇതിനെ തണുപ്പിക്കുവാൻ കഴിയുന്നവൻ ഇതിലിറങ്ങി വരും. നെബൂഖദ്നേസരെ, നിനക്ക് 7 മടങ്ങ് ഇതിന്റെ കാഠിന്യം കൂട്ടാൻ കഴിയത്തുള്ളൂ. എന്നാൽ എന്റെ ഉടയവന് ഇതിനെ 70 മടങ്ങ് തണുപ്പിക്കുവാൻ കഴിയുന്ന ദൈവമാ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും പറയും 4-ാമനായി കർത്താവ് ഇറങ്ങിയെന്ന്. ഞാൻ പറയും, എൻ്റെ കർത്താവ് ആദ്യം ഇറങ്ങി, എൻ്റെ അപ്പച്ചൻ ആദ്യം ഇറങ്ങി. കുഞ്ഞെ, തീയിൽ നിനക്ക് കടന്നു പോകുവാൻ നിന്റെ മുൻപിലുള്ള പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ അപ്പൻ ഇറങ്ങി നിപ്പുണ്ട്.
ഇറങ്ങി നിപ്പുണ്ട്. പത്രോസേ, നീ എന്തിനാ അറയ്ക്കുന്നേ? ഞാനല്ല ഈ വെള്ളത്തിന് മേളിൽ നിൽക്കുന്നേ, നീ ഇറങ്ങി വാ, ഞാൻ നിന്നിട്ടേ നിന്നെ ഇറക്കത്തുള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ കർത്താവ് എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ വിഷയത്തിൽ ഉണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ട്. എൻ്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് എൻ്റെ തലമുറകളുടെ ജീവിതത്തിലുണ്ട്. എൻ്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എൻ്റെ ജോലി മേഖലകളിലുണ്ട്, എൻ്റെ ആരോഗ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ് എൻ്റെ കർത്താവ് ഈ ആലയത്തിന്റെ നടുവിൽ ഇന്ന് പകലിലുണ്ട്. അവൻ എന്നെ മുൻപോട്ട് നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാ. സമുദ്രമേ, നീ ഓടാൻ കാര്യം എന്താ? എൻ്റെ അപ്പൻ ഇതിൻ്റെ നടുക്കുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ, അവൻ വാക്കുമാറത്തില്ല. Our season will pass. എത്ര വിശ്വസിക്കുന്നു? എല്ലാ കണ്ണുകളും അടയ്ക്കാം. കർത്താവിൻ്റെ അഭിഷക്തൻ പ്രാർത്ഥിച്ച് നമ്മളെ അനുഗ്രഹിച്ച് അയക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവസാനിക്കുന്നതിന് മുൻപ് പ്രൈസ് ലോർഡ് ചില ദൈവപ്രവർത്തികൾ പ്രൈസ് ലോർഡ് ഒരുപക്ഷെ നിന്റെ ഭവനത്തിലായിരിക്കാം, നിന്റെ ജോലി മേഖലകളായിരിക്കാം, കുഞ്ഞെ നീ അടുത്ത പുതിയതായി പോകുന്ന ജോലി സ്ഥലത്തായിരിക്കാം, ഹല്ലേലൂയ ചില പേപ്പർ വർക്കുകളിലായിരിക്കാം, പ്രൈസ് ലോർഡ് ചില കുടുംബ ജീവിതത്തിലായിരിക്കാം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ചിലതിനെ ഓടിച്ചു മാറ്റുന്ന, ചിലതിനെ പിന്മാറ്റുന്ന, ചിലതിനെ ചെയ്യുന്ന ഒരു പകലാക്കി എന്റെ ദൈവം ഈ പകലിനെ മാറ്റുവാൻ പോകുകയാ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല പകലിന് നന്ദി. എൻ്റെ പൊന്നപ്പച്ചൻ നൽകിയ ഈ ദൂത അടിയൻ ഏറ്റെടുക്കുന്നു. ഇതെന്നോടുള്ള ദൂത ഇത്രത്തോളം കൊണ്ടുവരുവാൻ അപ്പാ ജീവിതത്തിൽ ഒരു പുകഴ്ചയുമില്ല. നന്ദി. തുടർന്നുള്ള ഓരോ ചുവടുകളും എൻ്റെ അപ്പൻ നടത്തുവാൻ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയങ്ങൾക്ക് നൽകിയ ഈ സഭയാം കുടുംബത്തെ, ഓരോ കുടുംബങ്ങളെയും അപ്പച്ച നിൻ്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ അങ്ങ് അറിയുന്നു. മോശയുടെ നിലവിളി അങ്ങ് മാത്രമേ കണ്ടുള്ളൂ. അവരുടെ ഹൃദയത്തിൻ്റെ വേദന നീ അറിയുന്നു. ഇന്ന് പകലിൽ അങ്ങ് വാഗ്ദത്തം ചെയ്തു, ഞാനിതിൻ്റെ മധ്യേ ഉണ്ട്, ഞാനിതിൻ്റെ മധ്യേ ഉണ്ട്, ഞാനിതിൻ്റെ മധ്യേ ഉണ്ട്. നീ ഇതിൽ വെന്തമർന്നു പോകത്തില്ല, നീ ഇതിൽ മുങ്ങിപ്പോകത്തില്ല. നിന്നെ കണ്ട് സമുദ്രം പിൻവാങ്ങുന്ന ദിനങ്ങൾ നിന്റെ മുൻപിലുണ്ട്. അതിന്ന് സംഭവിക്കിയാൽ നന്ദി. അതിവിദൂരതയിൽ ചില വിഷയങ്ങൾക്ക് ദൈവം ഇപ്പോൾ മറുപടി അയക്കിരിക്കിയാൽ നന്ദി. നിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഞങ്ങളുടെ അഭിഷക്ത ദാസനെ കുടുംബമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ തേങ്ങൽ, ആ ഹൃദയത്തിൻ്റെ വിങ്ങൽ എൻ്റെ അപ്പൻ കണ്ടു, എൻ്റെ അപ്പൻ കേട്ടു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അങ്ങ് ഇറങ്ങി വരും. ദേശത്ത് അങ്ങ് ഞങ്ങളെ ഒരു കിടാവിളക്കായി ശോഭിക്കും. ഈ ദേശത്ത് ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. പ്രതികൂലതകൾ എത്ര വന്നാലും, പ്രതിസന്ധികൾ എത്ര നേരിടേണ്ടി വന്നാലും ഞങ്ങളെ ജയത്തോടെ നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. അങ്ങയുടെ തൃക്കരങ്ങളിൽ അടിയങ്ങളെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശു അപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.